ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓം ശാന്തി ശാന്തി ശാന്തി. സായി സച്ചരിതം 5-ാം ദിവസം 4-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്. ആദ്യം തന്നെ ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജിനും പരന്തേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മഹർഷീശ്വരന്മാരുടെ ജീവചരിത്രം ആനന്ദദായകം. സായിയുടെ ജീവിതകഥ അമൃതമധുരം. ഭക്തർ അത് നുകർന്ന് ആനന്ദമത്തരാകട്ടെ. സായീശ്വരന്റെ ജീവചരിതം, സായിയുടെ ജീവിതഗാഥ അതിമധുരം. ഭക്തന്മാർ അത് പഠിക്കട്ടെ, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, അവർ അത് ജീവിതത്തിൽ പകർത്തട്ടെ. എപ്പോഴാണ് സായീശ്വരനെ പോലുള്ള ഋഷീശ്വരന്മാർ അവതരിക്കുക? അതാണ് ഭഗവത്ഗീതയിൽ നമ്മൾ വായിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞതാ. ഋഷീശ്വരന്മാർ ഇവിടെ നമ്മുടെ രാജ്യത്ത് ധർമ്മങ്ങളുടെ മൂല്യച്യൂതി എപ്പോഴൊക്കെയാണോ തകരുന്നത്, ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ജനങ്ങൾ തങ്ങൾ സർവജ്ഞരെന്ന ധാരണയിൽ അഹങ്കാരമത്തരാകുമ്പോൾ, നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് ജനങ്ങൾ അഹങ്കാരമത്തരാകുമ്പോൾ, ബ്രാഹ്മണൻ മദ്യവും മാംസവും കഴിച്ചു തുടങ്ങുമ്പോൾ, ധാർമ്മികരെന്ന് നടിച്ച് രഹസ്യമായി നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, തപസ്വികൾ ജപ ധ്യാന തപശ്ചര്യകളിൽ നിന്ന് വഴുതി വീഴുമ്പോൾ, പുത്രകളത്രാദികൾ മാത്രമാണ് സുഖത്തിന് നിദാനം എന്ന് നനച്ച് ആധ്യാത്മികതയിൽ നിന്നും മാനവൻ വ്യതിചലിക്കുമ്പോൾ, അപ്പോൾ ഋഷിമാർ അവതരിക്കുന്നു. ഋഷിമാർ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവതരിക്കുന്നതായിട്ടും അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഋഷീശ്വരന്മാർ അവതരിക്കുക. ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഓർമ്മ വെക്കുക. എന്തിന്? ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഋഷീശ്വരന്മാരുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ കേരളത്തില് ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മം അതിന് വളരെ തെളിവാണ്. അധർമ്മങ്ങൾ കൊടികുത്തി വാഴുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം അത്രയും മെനക്കെട്ടിട്ടുള്ളത്. അതിനേക്കാൾ കുറെ മുന്നിൽ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം ശ്രീ സായീശ്വരന്റെ ജനനം മഹാരാഷ്ട്രയിൽ. ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെയായി ഋഷീശ്വരന്മാർ
അറിയപ്പെട്ടിട്ടും അറിയപ്പെടാത്ത രീതിയിലും ധാരാളം ആൾക്കാർ ഭാരതത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. പ്രേമസ്വരൂപരാകുന്നു ഭഗവാൻ. അവിടത്തെ വർണ്ണിക്കാൻ ആർക്കും ഒന്നിനും ആവുകയില്ല. ആ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുക മാത്രമാണ് ഏകമാർഗം. ഈ ഗ്രന്ഥരചനക്കുള്ള പ്രചോദനം സായീശ്വരൻ നൽകിയതാണ്. ഇപ്പൊ സായീശ്വരന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, സായീശ്വരന്റെ അനുമതി വാങ്ങിക്കൊണ്ടാണ് ശ്രീ ഹേമന്ത് പന്ത് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇനി അകാരണമായി ഞാൻ അസ്വസ്ഥനാകേണ്ടതില്ല. ഇന്ദ്രിയങ്ങൾ അതാതി വിഷയങ്ങളിൽ ആനന്ദം അനുഭവിക്കുന്നു. നാവിന് പഞ്ചസാരയുടെ മധുരം എന്തെന്നറിയാം, പക്ഷേ മധുരം എന്തെന്ന് പറയാൻ നാവിന് കഴിയുമോ? ഈ വിധം സായി മഹിമകൾ എങ്ങനെ വിവരിക്കുമെന്ന് എനിക്കറിയില്ല. പ്രിയ സജ്ജനങ്ങളെ, ശ്രദ്ധിച്ചാലും സായീശ്വരന്റെ മഹിമകൾ, സായീശ്വരന്റെ വാക്കുകൾ ശ്രീ ഹേമന്ത് പാന്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉപകരിക്കപ്പെടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പുണ്യ സലിലയാണ് ഗോദാവരി. ഗോദാവരി തടത്തിലാണ് സായീശ്വരന്റെ ജന്മം. എത്രയോ മഹത്തുക്കൾക്ക് ജന്മവും താവളവും ഒരുക്കിയ പുണ്യതീർത്ഥം. കേവലം സായീശ്വരന് മാത്രമല്ല, ഷിർദിയിലെ സായീശ്വരന് മാത്രമല്ല, അതേപോലെ അതിനേക്കാൾ മുന്നിൽ ധാരാളം ഋഷി വര്യന്മാർക്ക് ജന്മം നൽകിയ ഒരു പുണ്യതീർത്ഥം ആണ് ഗോദാവരി. ഉദാഹരണം, നിവൃത്തിന, നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില ഋഷീശ്വരന്മാരുടെ പേരാണ് പറയുന്നത്. നിവൃത്തിനാഥ്, ജ്ഞാനദേവൻ, മുക്താബായി, നാമദേവൻ, ജ്ഞാനാബായി, തൃക്കാറാം, ഗോനായി, നരഹരി, നർസിബായ്, സാജൻ കാസി, സ്വതാമലി തുടങ്ങിയ മഹത്തുക്കൾ ഓരോ കാലങ്ങളിൽ അവതരിച്ച് സ്വജീവിതം കൊണ്ട് മാതൃക കാണിച്ച് ജനങ്ങൾക്ക് അവർ മോക്ഷമാർഗം വെളിപ്പെടുത്തി. ഇങ്ങനെയുള്ള സായീശ്വരനേക്കാളും മുന്നിലെ ആ ഗോദാവരി തടത്തിൽ, ഗോദാവരി തീരത്ത് ജന്മമരുളി മനുഷ്യന്മാർക്ക് ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും അധർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറയുകയും ഒക്കെ ചെയ്ത ഋഷീശ്വരന്മാരുടെ പേരുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഹായോഗേശ്വരനായ ശ്രീ സായിദേവൻ ലോകമംഗളത്തിനായി ഗോദാവരി തീരത്ത് ഒരു ദിവസം പ്രത്യക്ഷനായി തന്റെ ജീവിതത്തിൽ ഷിർദിയെ പരിപാവനമാക്കി. അദ്ദേഹം സത്യസാര സർവസ്വമായിരുന്നു സായീശ്വരൻ. ദുഷ്കരമായ സംസാരത്തെ അവിടുന്ന് കീഴടക്കി. പരമശാന്തിയായിരുന്നു അവിടുത്തെ അലങ്കാരം. നിന്ദാസ്തുതികളെ അവിടുന്ന് ഗൗനിച്ചില്ല. ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നിനോടും അവിടുത്തെ കൽപ്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല. സാധാരണക്കാരോട് അവിടുന്ന് ഇടപഴകി, അവരോട് കൂടിച്ചേർന്ന് നൃത്തവിലാസങ്ങൾ കണ്ട്. പക്ഷെ ഇതൊന്നും അവിടുത്തെ സ്ഥൈര്യത്തിന് തെല്ലും വിളക്കം വരുത്തിയില്ല. സായീശ്വരന്റെ ജീവിതം, അദ്ദേഹം എങ്ങനെ വളർന്നു എന്നൊക്കെ അതൊന്നും നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല. അതെല്ലാം അജ്ഞാനമാണ്, അതൊന്നും അറിയില്ല. അദ്ദേഹം നമ്മൾ ഒരു 16-ാമത്തെ വയസ്സിലാണ് ഷിർദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട. ഒരാലിന്റെ ചുവട്ടിൽ അദ്ദേഹം ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുന്നിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്തെല്ലാം, അദ്ദേഹത്തിന്റെ ചലനങ്ങൾ എന്തെല്ലാം, അദ്ദേഹത്തിന്റെ മധുരമായ വാക്കുകൾ എന്തെല്ലാം, അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പവിത്രമായ അധരത്തിൽ നിന്നും സദാ അള്ളാ മാലിക് എന്ന മധുരനാമം പുറപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനം കാണുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അദ്ദേഹം ഇസ്ലാം മതത്തിൽപ്പെടുന്ന ആളാണോ അല്ല ഹിന്ദു മതത്തിൽപ്പെടുന്ന ആളാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. മസ്ജിദിലാണ് അദ്ദേഹം അധികവും കാണപ്പെടുന്നത്, പള്ളിയിൽ അല്ലെങ്കിൽ പള്ളിക്ക് സമീപം. അള്ളാ മാലിക്, ഈശ്വരൻ മഹാനാണ്, അള്ളാ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എപ്പോഴും വരുന്ന ശബ്ദം. സർവ്വജീവജാലങ്ങൾക്കും രാത്രിയായി തോന്നിയത് അവിടത്തേക്ക് പകലായിരുന്നു. അവരുടെ പകൽ സായീശ്വരന് രാത്രിയും. അവിടുത്തെ അന്തരംഗം സാഗരം പോലെ പ്രശാന്ത ഗംഭീരം. സായി ആര്, ഏതാണ് ആശ്രമം, ഇതൊന്നും ആർക്കും തിട്ടമില്ല. മിക്കവാറും അവിടുന്ന് മസ്ജിദിൽ തന്നെ കഴിഞ്ഞു. ആ മസ്ജിദിൽ തന്നെ അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. പക്ഷേ ലോകത്തിലെ ഏത് കോണിൽ നടക്കുന്ന എന്ത് കാര്യവും ആ സമയം തന്നെ അവിടുന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ഋഷീശ്വരന്മാരുടെ നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് കാര്യം നടന്നാലും അവർ അത് ഇരിക്കുന്നത് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത്
അപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഷിർദിയിലാണ് സായീശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് കാര്യം നടന്നാലും അദ്ദേഹത്തിന് അത് അറിയാൻ സാധിക്കും. അവിടുന്ന് ദിവസവും നിരവധി കഥകൾ പറയുമായിരുന്നു. പക്ഷേ മൗനവ്രതത്തിൽ നിന്നും വ്യതിചലിച്ചില്ല. അവിടുന്ന് ചിലപ്പോൾ മസ്ജിദിന്റെ ചുമരും ചാരി നിൽക്കും. ഉച്ചക്കും വൈകിട്ടും ലണ്ടിയിലേക്കോ ചാവടിയിലേക്കോ നടക്കും. പക്ഷെ അപ്പോഴും ആത്മബോധത്തിൽ ഉറച്ചിരുന്നു. ആത്മബോധത്തിൽ, ശരീരബോധത്തിലല്ല അദ്ദേഹം എപ്പോഴും കാണപ്പെടുക. അദ്ദേഹം കാണപ്പെടുന്നത് എപ്പോഴും ആത്മബോധത്തിലാണ്. നമ്മൾ ശരീരബോധത്തിലാണ്. നമ്മൾ ശരീരത്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലേ? ആത്മബോധത്തിൽ നമ്മൾ വളരെ കുറവാണ്. അപ്പൊ സായീശ്വരൻ അല്ലെങ്കിൽ അതേപോലത്തെ ഋഷീശ്വരന്മാർ അവർ ആത്മബോധത്തിലാണ് എപ്പോഴും ഉണ്ടാവുക, ശരീരബോധത്തിലല്ല. ഏത് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണ് അവിടുത്തെ ചിറകുകൾക്ക് അടിയിൽ അഭയം തേടാൻ എനിക്ക് കഴിഞ്ഞതെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന് ശ്രീ ഹേമന്ത് പന്തിനെ സായീശ്വരനെ കാണാനും അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഇത് സായി സച്ചരിതം എഴുതുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതൊരു ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ഞാൻ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. എന്തെങ്കിലും തപസ്സോ മറ്റോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. എങ്ങനെയാണ് എനിക്ക് ഈ സൗഭാഗ്യം ലഭിച്ചത് എന്നും അദ്ദേഹത്തിന് അറിയില്ല. അവിടുത്തെ പ്രേമം മാത്രമാണ് ഇതിന് കാരണം. സിദ്ധനായ സായി സാധകനെ പോൽ പെരുമാറി എളിയവനും അഹംഭാവരഹിതനുമായിരുന്ന അവിടുന്ന് എല്ലാവരെയും അവിടുന്ന് ആനന്ദിപ്പിച്ചു. തന്റെ തൃപ്പാദ സ്പർശനത്താൽ അവിടുന്ന് ഷിർദിയെ പരിപൂർണമായും അനുഗ്രഹീതമാക്കി. ആ ഷിർദി എന്ന് പറയുന്ന ഗ്രാമത്തിനെ അദ്ദേഹം പൂർണ്ണമായും അനുഗ്രഹീതമാക്കി. ഏകനാഥസ്വാമികളാൽ പൈതൻ സൽകീർത്തി നേടി. ഏകനാഥസ്വാമി എന്ന് പറഞ്ഞ സായീശ്വരനെ പോലെ അദ്ദേഹത്തിനേക്കാളും മുന്നിൽ മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഋഷീശ്വരൻ ആയിരുന്നു അദ്ദേഹം. പൈതൻ അവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് പൈതൻ. ആ പ്രദേശത്തിന് ഏകനാഥസ്വാമികൾ പ്രശസ്തമാക്കി. ജ്ഞാനേശ്വരനാൽ അളന്നിയും, ജ്ഞാനേശ്വരൻ സായീശ്വരനെ പോലെ മറ്റൊരു ഋഷീശ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനേക്കാളും മുന്നിൽ ഉണ്ടായിരുന്ന അവരുടെ ഗ്രാമത്തില് ആ നഗരത്തില് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരും ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. സായീശ്വരനാൽ ഷിർദിയും മഹനീയമായിപ്പെട്ടത്. അപ്പൊ ഷിർദി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ അറിയപ്പെടുന്നത് സായീശ്വരന്റെ പേരോട് ചേർന്നിട്ടാണ്. സായീശ്വരന്റെ തൃപ്പാദങ്ങളെ ചുംബിക്കുകയും പാദരേണുക്കൾ ശിരസിലേറ്റുകയും ചെയ്ത ഷിർദിയിലെ പുൽനാമ്പുകളും പൂഴിയും അനുഗ്രഹീതങ്ങളാണ്. അത്രമാത്രം അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ഷിർദി. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ശവകുടീരം ഇന്നും ഷിർദിയിലുണ്ട്. ഇന്നും വലിയ കൊട്ടാരം പോലെ ഉള്ള ആ ഒരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വ്യക്തികളെ ആ കാണാൻ വേണ്ടി ഷായിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചിട്ട് ആ ഷിർദിയിൽ സന്ദർശിക്കാറുണ്ട്. ഷിർദിയിൽ സന്ദർശിച്ചാൽ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് എല്ലാ ആൾക്കാരും കരുതുന്നത്. നമ്മളും അവസരം കിട്ടുമ്പോൾ മഹാരാഷ്ട്രയിലെ ഷിർദി എന്ന സ്ഥലത്ത് പോകാനും അദ്ദേഹം ജനിച്ച സ്ഥലം ഒന്ന് കാണാനും മറ്റും നമ്മളും മുൻകൈയെടുക്കുക. നമുക്കെല്ലാം ഷിർദിയാണ്. പണ്ഡരപുരിയും ജഗന്നാഥപുരിയും ദ്വാരകയും നമുക്ക് ഷിർദി തന്നെ. ഷിർദിയിലെ ജനങ്ങൾക്ക് അത് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലം ഷിർദി തന്നെ. ജഗന്നാഥപുരി, ദ്വാരക, അവരെ സംബന്ധിച്ചിടത്തോളം ദ്വാരക ഷിർദി തന്നെയാണ്. ജഗന്നാഥപുരി ഷിർദി തന്നെയാണ്. കാശി വിശ്വേശ്വരം, രാമേശ്വരം, ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഷിർദി തന്നെ. മാത്രമല്ല ബദരീനാഥ്, നാസിക്, ത്രംബകേശ്വരം, ഉജ്ജയിനി, മഹാകാളേശ്വരം, മഹാബലേശ്വരം, ഗോകർണം തുടങ്ങിയവയും ഷിർദി തന്നെ.
അവരെ സംബന്ധിച്ചിടത്തോളം ദ്വാരക കൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഷിർദിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ദ്വാരക. അയോധ്യ അത് തന്നെയാണ് അയോധ്യ, ഷിർദി തന്നെ. മഹാകാളേശ്വരം, മഹാബലേശ്വരം ഇതൊക്കെ ഷിർദി തന്നെയാണ്. അവർക്ക് മറ്റൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. നമ്മുടെ വേദവും തന്ത്രവും സായീശ്വരനെ ദർശിക്കുകയാണ്. ദർശനം ഭക്തനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ആത്മസാക്ഷാത്കാരം, നമ്മൾ ആത്മാവിനെ സാക്ഷാത്കരിക്കുക, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട, നമ്മൾ ഏവരുടെയും ജീവിതത്തിന്റെ, നമ്മൾ അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിൽ ശരി, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആത്മസാക്ഷാത്കാരം ആണ്. നമ്മളറിയില്ല നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ, ഇന്ന് നമ്മൾ ഏർപ്പെടുന്ന പോലെ ആ സംഗതിയല്ല ജീവിതത്തിന്റെ ശരിയായ ഉദ്ദേശം. ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ്. മഹത്തുക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, മഹത്തുക്കളുടെ ഭാഗവതം നമ്മൾ വളരെ വളരെ അധികം കേൾക്കുക, കേട്ട് രാമായണം വായിച്ച് അതിൻ്റെ കഥകൾ കേട്ട് അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കി നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഞാൻ ആത്മാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. ആ തൃപ്പാദ സ്പർശനം ഗംഗ, യമുന, സരസ്വതി എന്നിവിടങ്ങളിലെ പവിത്ര സ്നാനത്തിന് തുല്യം. സായിയുടെ ആ പാദസ്പർശനം, തൃപ്പാദ സ്പർശനം ഗംഗ, യമുന, സരസ്വതി എന്നിവിടങ്ങളിലെ പവിത്ര സ്നാനത്തിന് തുല്യം. സായീശ്വര പാദതീർത്ഥ സേവ ആശാനാശം. സായീശ്വരന്റെ പാദം സ്പർശിച്ചാല് നമ്മളെ അത്യാഗ്രഹങ്ങളെല്ലാം തീരും, വരുത്തുന്നു. അവിടുത്തെ വാക്കുകൾ വേദതുല്യം. അവിടുത്തെ ഉദിപ്രസാദം നമ്മെ പരമ പരിശുദ്ധമാക്കുന്നു. സായിയുടെ ഉദി ഭസ്മം, അവിടെ പോയാൽ എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്ന പ്രസാദം ഭസ്മമാണ്. അവിടെ എപ്പോഴും ഇങ്ങനെ തീ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ലഭിക്കുന്ന ഇതാണ് സായിയുടെ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അവിടുന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ശ്രീകൃഷ്ണ പരമാത്മാവുമാണ്. സാക്ഷാൽ സച്ചിദാനന്ദ പരമ്പൊരുളും അവിടുന്ന് തന്നെ. ശ്രീരാമനും അദ്ദേഹം തന്നെ, ശ്രീകൃഷ്ണനും അദ്ദേഹം തന്നെ, സച്ചിദാനന്ദ പരമ്പൊരുളും അദ്ദേഹം തന്നെ, എല്ലാം അദ്ദേഹം തന്നെ, വേറെയല്ല. ശ്രീകൃഷ്ണനും സായീശ്വരനും തമ്മിൽ വ്യത്യാസമില്ല. അത് ആ കാലഘട്ടത്തിൽ, ആ യുഗത്തിൽ ശ്രീരാമൻ, ത്രേതായുഗത്തിൽ ശ്രീരാമൻ, നമ്മളെ കലിയുഗത്തിലാണ് സായീശ്വരൻ. അതേപോലത്തെ ധാരാളം ഋഷി വര്യന്മാർ. അവിടുന്ന് സുഖദുഃഖങ്ങളും കോപ സ്നേഹാദികളും സായിയെ ബാധിച്ചില്ല. നമ്മളെ ബാധിക്കുന്നുണ്ട്. സുഖവും ദുഃഖവും നമ്മളെ ജീവിതത്തിൽ നമ്മളെ നല്ലപോലെ സ്പർശിക്കുന്നുണ്ട്. പക്ഷെ ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്നില്ല. സുഖവും ദുഃഖവും അത് അവരറിയുന്നേയില്ല. അവിടുന്ന് ഒരിക്കലും ആഹ്ലാദമത്തനോ നിരാശാഭരിതനോ ആയിരുന്നില്ല. ആഹ്ലാദമത്തനോ നിരാശാഭരിതനോ ആയിരുന്നില്ല. ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ നല്ലപോലെ അറിയാം. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നിരാശ ബാധിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശ്രീരാമനെ അദ്ദേഹം ആഹ്ലാദമത്തനായിട്ടോ നിരാശാഭരിതനായിട്ടോ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാമായണത്തിൽ പഠിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ അദ്ദേഹം ആഹ്ലാദമത്തന ആയിരുന്നു എന്നോ അല്ലെങ്കിൽ നിരാശാഭരിതനായിരുന്നു എന്നോ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അല്ല, ഋഷീശ്വരന്മാർ ഒരിക്കലും ആഹ്ലാദമത്തനോ നിരാശാഭരിതനോ സുഖവും ദുഃഖവും ഒന്നും അവരെ ബാധിക്കുന്നില്ല. സദാ അവരെ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. ഇതൊക്കെ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. സുഖവും ദുഃഖവും ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്. സുഖത്തിനെയും ദുഃഖത്തിനെയും സമമായിട്ട് കാണാൻ സാധിക്കണം. നിന്ദയെയും സ്തുതിയെയും സമമായിട്ട് കാണാൻ സാധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മൾ അതിലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ അതേപോലെ ഇരിക്കുന്നു നമ്മുടെ സ്ഥിതി. ഷിർദിയിലാണെങ്കിലും രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും അവിടുത്തെ സൽകീർത്തി വ്യാപിച്ചു. അദ്ദേഹം ഷിർദിയിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിട്ടേ ഇല്ല. പക്ഷെ അവിടെ ഇരുന്നാലും അദ്ദേഹത്തിന്റെ കീർത്തി, പ്രശസ്തി
നാനാഭാഗത്തേക്കും മറിഞ്ഞു. മഹാരാഷ്ട്രയിൽ അവിടെ സിർദിയിലിരുന്ന അദ്ദേഹത്തിൻ്റെ കീർത്തി നമ്മളിങ്ങ് കേരളത്തിൽ ആ കാലഘട്ടത്തിലെ അറിയാമായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ ഉള്ളിൽ അങ്ങോളം ഇങ്ങോളം എത്രമാത്രോ ഷിർദി സായി മന്ദിരം നമുക്ക് കാണാൻ സാധിക്കും. ഷിർദി സായി മന്ദിരം കാണാൻ സാധിക്കും. പല സ്ഥലത്തുണ്ട്, എല്ലാ ജില്ലകളിലുമുണ്ട് ഷിർദി സായി മന്ദിരം. അവിടെയൊക്കെ ഷിർദിയെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഭജനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പൂജയും ഒക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഷിർദിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരുടെ ആശ്രമം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാറുണ്ട്. അതാ പറഞ്ഞേ, അങ്ങ് ഷിർദിയിൽ ഇരുന്ന് അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളോളം പിന്നിട്ടു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഓർമ്മിക്കുന്നു. ആ ഋഷീശ്വരനെ നമ്മൾ ഓർമ്മിക്കുന്നു. ആ ഋഷീശ്വരൻ്റെ ഭജനകൾ നമ്മൾ പാടുന്നു. അവരുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറക്കാൻ നമുക്കത് ഇടയാക്കുന്നു. നമ്മളെ മത്തരാവാനോ നിരാശാഭരിതരാവാനോ അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഒരു നിയന്ത്രണം നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് ആ സച്ചരിതം മനസ്സിലാക്കുമ്പോഴാണ്. ആ സമാധിസ്ഥിതനായ മനോഹര രൂപം ദർശിക്കുന്ന വേളയിൽ തന്നെ ഒരുവന്റെ പാപം നശിക്കുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ആ സമാധി സ്ഥലം ഇന്നും ഷിർദിയിലുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നും പോയും കൊണ്ടിരിക്കുന്നത്. ഏത് ദുഷ്ടനും ശുദ്ധഹൃദയനാകുന്നു. ദുഷ്ട സംസ്കാരമുള്ള ആൾക്കാർ പോലും സായിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ശുദ്ധഹൃദയരാകുന്നു. തങ്ങളുടെ ജീവിതം സാഫല്യം നേടിയതായി അവർക്ക് അനുഭവപ്പെടുന്നു. സായി സമാധി ദർശനത്തിന്റെ ഫലം ഇത്രയെങ്കിൽ അവിടുത്തെ ഒപ്പം സഹവസിച്ച, അവിടുത്തെ സേവിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരുടെ പരമഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ? നമ്മൾ കൃഷ്ണന്റെ മഹാത്മ്യങ്ങളൊക്കെ ഭാഗവതത്തിൽ കൂടി മനസ്സിലാക്കുന്നു. ശ്രീരാമന്റെ മഹാത്മ്യങ്ങളൊക്കെ രാമായണത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളത് നമ്മളിപ്പല്ലേ അറിയുന്ന കലിയുഗത്തിലെ അല്ലേ? നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോഴാണ് അറിയുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് ജന്മം ഉണ്ടായിരുന്നോ എന്നും നമുക്കറിയില്ല. സായീശ്വരന്റെ കാലഘട്ടത്തിൽ ഏകദേശം 1800 കാലഘട്ടത്തിൽ നമ്മൾ മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ നമ്മൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ കാലഘട്ടത്തിലെ അവർക്ക് ഹേമന്ത് പാന്തിനെ പോലത്തെ ആൾക്കാർക്ക് അദ്ദേഹത്തിനെ സേവിക്കാനുള്ള ധാരാളം വ്യക്തികളുടെ പേരുകൾ ഇങ്ങോട്ടേക്ക് എന്നും വരുന്നുണ്ട്. സായീശ്വരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധാരാളം മഹത് വ്യക്തികളുടെ പേരുകൾ, ഹേമന്ത് പന്തിനെ പോലെ തന്നെ ധാരാളം ആൾക്കാരുടെ പേരുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോരോ അധ്യായം കഴിയും തോറും നമ്മുടെ ആകാംക്ഷ, സായിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ, അദ്ദേഹത്തിന്റെ ഭക്തിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യം നമ്മളിൽ വർദ്ധിച്ച് വരും. പന്തർപുരിൽ വിടൽ രഘുമായിയെ ദർശനം ചെയ്യുമ്പോഴുള്ള അതേ അനുഭൂതി സായി ദർശനത്തിൽ ഉളവാകുന്നതായി ഭക്തന്മാർ പറയുന്നു. സായി ദർശനത്തിൽ സായിനെ കാണുന്നത് ഇപ്പം നമ്മളെ നമുക്ക് സായിയുടെ സമാധി സ്ഥലത്ത് ഷിർദിയിൽ നമുക്ക് പോകാൻ പറ്റിയാൽ, സായിയുടെ ഏതെങ്കിലും സായി കേന്ദ്രത്തിലേക്ക് നമുക്ക് എവിടെയെങ്കിലും പോയാൽ, നമുക്കൊരു ക്ഷേത്രത്തിൽ പോയാൽ അതേ ഫലം തന്നെ ലഭിക്കുമ്പോൾ അവിടെ പോയാൽ ധാരാളം നമ്മുടെ ആധ്യാത്മിക ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എല്ലാ സായി കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മൾ അറിയായിട്ടാണ്, നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കായിട്ടാണ്. എല്ലാ ജില്ലയിലും, കേരളത്തിലെ എല്ലാ ജില്ലയിലും സായിയുടെ മന്ദിരങ്ങളുണ്ട്, സായി മന്ദിരമുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് കണ്ണൂരിലാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ ധാരാളം സായി കേന്ദ്രങ്ങളുണ്ട്, വലിയ മന്ദിരങ്ങളുണ്ട്. കണ്ണൂർ അലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സായിയുടെ വലിയ മന്ദിരങ്ങളുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പോവുകയും ആ മന്ദിരത്തിൽ പോവുകയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആധ്യാത്മികപരമായിട്ടുള്ള ധാരാളം സത്സംഗങ്ങളൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പന്തർപുരിലെ ഒരു പൂജാരി, ഒരു പരമഭക്തൻ ചുണ്ടിൽ സദാ രാമകൃഷ്ണ ഹരിനാമം ശ്രീരാമകൃഷ്ണന്റെ ഹരിനാമം
വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഷിർദിയിലെത്തി സായിയെ ദർശിക്കും. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൂജാരിയാണ്, പരമഭക്തനാണ്. അദ്ദേഹം വർഷത്തിലൊരിക്കൽ സായിനെ ദർശിക്കും. കൂടെ ഒരു ശിഷ്യനും സാധനങ്ങൾ ചുമക്കാനായി ഒരു കഴുതയും ഉണ്ടാവും. അദ്ദേഹം വർഷത്തിലൊരിക്കൽ സായി ഈശ്വരൻ്റെ അടുക്ക വരും. കൂടെ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പരികർമ്മി ഉണ്ടാവും. കൂടാതെ കുറേ സാധനങ്ങൾ കഴുതപ്പുറത്ത് ഒരു വണ്ടി ചുമന്നിട്ട് സായിയിലെത്തിക്കും, അവിടെ ഷിർദിയിലെത്തിക്കും. സായീശ്വരന്റെ തിരുമുഖത്ത് ഉറ്റുനോക്കി ആ വന്ധ്യ വയോവൃദ്ധൻ ഉറക്കെ പറയും, ഇത് സാക്ഷാൽ വിടൽ തന്നെ, അഗതികൾക്ക് തുണയേകുന്ന കരുണാമയനായ പന്തരീനാഥന്റെ തിരു അവതാരം തന്നെ. എല്ലാ ആൾക്കാർക്കും തോന്നും അദ്ദേഹത്തിനെ കാണുമ്പോൾ. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭക്തനാണ് എന്ന് കരുതിക്കോ. അതീവ ശ്രീകൃഷ്ണ ഭക്തൻ, ശ്രീകൃഷ്ണ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ സായീശ്വരൻ ആ കാലഘട്ടത്തിൽ സായീശ്വരനെ കാണാൻ പോകുമ്പോൾ നമുക്ക് സായീശ്വരന്റെ മുഖത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനാണോ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നിച്ച നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ധാരാളം ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുനാമജപം സായീശ്വരൻ അത്യന്തം പ്രിയങ്കരായിരുന്നു നാമജപം. എല്ലാ ഋഷീശ്വരന്മാർക്കും നാമജപം വളരെ പ്രധാനമാണ്. അവിടുന്ന് സദാ അല്ലാമാലിക് എന്ന് ജപിക്കും. തന്റെ മുമ്പിൽ നാമസപ്താഹം നടത്തുവാനും ഭക്തരെ സായി പ്രേരിപ്പിച്ചു. നാമസപ്താഹം നടത്താൻ ഒരാഴ്ച ഫുള്ളായിട്ട് ഇരുന്ന് നാമം ജപിക്കാൻ വേണ്ടി അദ്ദേഹം ഭക്തന്മാരെ പ്രേരിപ്പിക്കും. അങ്ങനെ നിരവധി തവണ നാമസപ്താഹം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദാസ്ഗനു ഉടനെ പറഞ്ഞു. ദാസ്ഗനു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഷിർദിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഭക്തന്റെ പേരാണ് ദാസ്ഗനു. അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞു, ഒരു നാമസപ്താഹം നടത്തണം. അദ്ദേഹം ഒരു വിടലിന്റെ ഭക്തനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് നാമസപ്താഹം നടത്തണമെന്ന്. ഹൃദയത്തിൽ തൃക്കൈ വെച്ച് ശാന്തഗംഭീരനായി സായി അരുളി, ശരി, വിടൽ രൂപം നിന്റെ മുന്നിൽ പ്രത്യക്ഷനാകും. ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. ഏത് ഋഷീശ്വരനെയാണോ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത്, ആ ധ്യാനിച്ചുകൊണ്ട് തന്നെ നാമസപ്താഹം നടത്തുക. ഭക്തന്റെ ശിരസിൽ തൃക്കൈകൾ വെച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും അരുളി, ഡാഗർ നാഥിന്റെ ഡാങ്കാപുരിയും വിടലിന്റെ പന്തർപുരിയും കണ്ണന്റെ ദ്വാരകയും ഈ ഷിർദി തന്നെ. ദ്വാരക ദർശിക്കാനായി ദൂരെ പോകേണ്ടതില്ല. വിടൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരേണ്ടതുമില്ല. ഇത് തന്നെ ദ്വാരക, ഇത് തന്നെ വിടൽ. ഷിർദിയിൽ തന്നെ വിടൽ ഇവിടെ രൂപം കൊള്ളുന്നു. ദ്വാരക കാണാൻ വേണ്ടി നമ്മൾ അങ്ങോളം പോകേണ്ട ആവശ്യമില്ല. സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ദ്വാരക കാണാൻ വേണ്ടി ഷിർദിയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാ ദ്വാരക. നിങ്ങൾ ഇത് തന്നെയാ ദ്വാരക എന്ന് വിചാരിച്ചിട്ട് ഇഷ്ട ഈശ്വരനെ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, അവരുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ജപിക്കുന്ന ആ രൂപം നിങ്ങൾക്ക് ഇവിടെ തന്നെ ദർശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാമസപ്താഹം ഗംഭീരമായി നടന്നു. സപ്താഹത്തിന്റെ അവസാന ദിനം ദസ്ഗനുവിന് ഷിർദിയിൽ തന്നെ വിടലിന്റെ ദർശനം കിട്ടി. കണ്ടാ, അദ്ദേഹം ഒരു വിടൽ എന്ന് പറയുന്ന ഋഷീശ്വരന്റെ ഭക്തനായിരുന്നു. അദ്ദേഹം ഷിർദിയിൽ വന്നതാണ്. ഷിർദിയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് അവിടെ തന്നെ കഴിച്ചുകൂട്ടി. താൻ വിചാരിക്കുന്ന വിടൽ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളൊരു തോന്നിച്ച് അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് അന്ന് നാമസപ്താഹം നടത്താൻ വേണ്ടി പറഞ്ഞ് 7ാമത്തെ ദിവസം സപ്താഹം ജപിച്ച് പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹം ഏത് ഋഷീശ്വരനെയാണോ മനസ്സിൽ വിചാരിച്ചത്, ആ ഋഷീശ്വരന്റെ രൂപം തന്നെ സായിയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതാണ് ആനന്ദവാനായി ബാബയുടെ സമീപം ദീക്ഷിച്ച് ചെന്നപ്പോഴേ അവിടെ ചോദിച്ചു, വിടൽ വന്നില്ലേ? നീ കണ്ടില്ലേ? മുറുക്കി പിടിച്ചോളൂ, മഹാകുസൃതിയ വഴുതിപ്പോകും, തെല്ലും അശ്രദ്ധയരുത്. ഏത് ഈശ്വരനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഏത് ഋഷീശ്വരനെയാണോ നിങ്ങൾ കരുതുന്നത്, ആ ഋഷീശ്വരൻ തന്നെ മുറുകെ പിടിക്കുക. ഏത് വിശ്വാസിയാണോ അത് തന്നെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ വഴുതിപ്പോകും. തമാശ രൂപത്തിൽ പറഞ്ഞതാ. നമ്മൾ നാമജപത്തിൽ കൂടിയും കീർത്തനത്തിൽ കൂടിയും കഥകൾ കേട്ടിട്ടും മറ്റും നമ്മൾ ഏത് ഋഷീശ്വരനെയാണോ ഏത് ഈശ്വരനെയാണോ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അത് തന്നെ ജപിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നമുക്ക്
ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ ഇടയാവും. വിടൽ വന്നില്ലേ, നീ കണ്ടില്ലേ, മുറുകി പിടിച്ചോളൂ, ഉച്ചയ്ക്ക് മറ്റൊരു ലീല നടന്നു. ഇത്രയും കാര്യങ്ങൾ. ഇത് ഇന്ന് നമ്മളെ അഞ്ചാമത്തെ ദിവസമാണ്. സായി സച്ചരിതം നാലാമത്തെ അധ്യായമാണ്. 4ാമത്തെ അധ്യായത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയും പറയുവാനുണ്ട്. ഒരു അരമണിക്കൂറാണ് നമ്മൾ ദിവസം സായീശ്വരൻ്റെ സച്ചരിതം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ആൾക്കാരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. സായി സച്ചരിതം പറ്റുമെങ്കിൽ വാങ്ങിച്ച് വെക്കണം, പഠിക്കണം. പറയുന്നതിലും മറ്റും ചിലപ്പോൾ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് വളരെ വിനയപൂർവ്വം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഈ സച്ചരിതം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്യുക വഴിയാണ് ഇതിനൊരു പ്രോത്സാഹനം ലഭിക്കുക. കൂടുതൽ ആൾക്കാരിലേക്ക് അവരവർ തന്നെ ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സായി സച്ചരിതം 5ാമത്തെ ദിവസം ഇവിടെ സമാപിക്കുന്നു. എല്ലാ ആൾക്കാർക്കും നന്ദി, നമസ്കാരം.